ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. വരാൻ താമസിച്ചത് ബാങ്കിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ ബാങ്കിനെ ഉപരോധിക്കുകയും അവിടെ ഒന്നിനും പ്രവർത്തനം നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എനിക്ക് ആധികാരികമായ ഈ വ്യക്തിയെ സംബന്ധിക്കുന്ന മരണപ്പെട്ട ഇതിനെ സംബന്ധിക്കുന്ന ആധികാരികമായ രേഖകൾ എടുക്കാൻ പറ്റാതെ വന്നു. നിങ്ങളുടെ പ്രസ് റിലീസിൻ്റെ ഉള്ളതും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കയറ്റിവിടുന്നില്ല. പോലീസിനും പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് താമസിച്ചത്. അതിനു വേണ്ടിയാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഈ സമ്മേളനം വിളിച്ചത് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചത് മെനിയാന്ന് മുതൽ ഞങ്ങളുടെ സഹകരണ സംഘത്തിൽ ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് സഹകരണ സംഘത്തിൻ്റെ 394 നമ്പർ അംഗമായ ശ്രീ ബിജുകുമാർ എസ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇത്തിരി പ്രശ്നങ്ങൾ ബാങ്കിൻ്റെ സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങളും ഫേക്ക് ന്യൂസ് എന്താണ് ഞാൻ പറയുന്നത്. ഞാൻ പിന്നാലെ എൻ്റെ സത്യാവസ്ഥ പറയാം. മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ആധികാരികത പൊതുസമൂഹത്തെയും സംഘത്തിൻ്റെ നിക്ഷേപകരെയും ഇടപാടുകാരെയും അറിയിക്കാൻ 5000 രൂപയുടെ സലയുള്ള ചിട്ടി, ഞാൻ പറഞ്ഞ 5 ലക്ഷം 10 ഇതൊക്കെ സലയാണ് ചിട്ടി. അതിൽ 23-ാം ചിറ്റാൾ നമ്പറാണ്. അതിൽ ഇനി അദ്ദേഹം അടയ്ക്കാനുള്ളത് 17,000 രൂപയാണ്. 5/18-19 5/18-19 23-ാം നമ്പർ ചിറ്റാളെന്നാണ്. അതിൽ അടയ്ക്കാനുള്ളത് 17,000 രൂപ, 25,000-ന്റെ സല ഉള്ള FDS. അടുത്തത് 9/18-19 അത് 10 ലക്ഷത്തിൻ്റെ ചിട്ടിയാണ്. അതിപ്പോൾ റണ്ണിങ് ആണ്. മറ്റേ ചിട്ടി ഇത്രയും പറഞ്ഞ 3 വരെയുള്ള ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞു. എന്നിട്ട് പെൻഡിങ് ഉള്ള എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ചിട്ടി നടന്നുകൊണ്ടിരിക്കുന്ന റണ്ണിങ് ചിട്ടിയാണ്, 100 മാസത്തെ ചിട്ടിയാണ്. അത് 9/18-19 10 ലക്ഷത്തെ സലയുള്ള ചിട്ടിയാണ്. അതിൽ ചിറ്റാൽ നമ്പർ 85 ആ ചിട്ടിയിൽ പെൻഡിങ് ഉള്ളത് 3,04,020 രൂപയാണ്. 3,04,020 രൂപ. അടുത്ത ചിട്ടി 2 ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചിട്ടിയാണ്. അത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചാണ് ആരോപണം വന്നേക്കുന്നത്. 2/21-22 അത് 10 ലക്ഷത്തിൻ്റെയാണ്. അത് 15 ചിറ്റാൽ നമ്പർ 15 അത് 100 മാസം 10 ലക്ഷത്തിൻ്റെ പെൻഡിങ്. അതിലടയ്ക്കാനുള്ളത് അത് 21, അത് 20 തവണ ആയപ്പോൾ ചിട്ടി പിടിച്ചത് സത്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെ സംഘത്തിലെ ആത്മഹത്യയും അല്ല, എനിക്ക് വീട്ടിൽ കയറാൻ കുന്നില്ല എന്നാണ് പറഞ്ഞത്. വസ്തുജാമ്യം ഇപ്പോഴും ഉണ്ട്. അതെ, ഞാൻ പറഞ്ഞു വരാം. ജാമ്യമുണ്ട്. ആദ്യം ഒരു വസ്തു ഉണ്ടായിരുന്നു. പെൻഡിങ് വരുന്ന സമയത്ത് ഒരാളിന് ഇത്ര രൂപ എങ്ങനെ ബാങ്ക് കൊടുത്തു? അതൊരു വളരെ സീരിയസ് ചോദ്യമാണ്. അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ഞാൻ അതിലൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല. ഒരു പ്രമാണം വീടും വിൽക്കാൻ കൊണ്ട് അതുകൂടെ പറയുമ്പോൾ സാർ മനസ്സ് അതിൻ്റെ ഇതിലേക്ക് വരും. 2012 11-ൽ രജിസ്റ്റർ ചെയ്ത് 12-ൽ പ്രവർത്തനം ആരംഭിച്ചു ആദ്യം. അപ്പോൾ അതിൽ 21-22 ചിട്ടി 2021-22 10 ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ 20 തവണ അടച്ചപ്പോൾ ബാങ്കിൽ നിരന്തരം പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ എനിക്ക് കയറാൻ പറ്റും, വീട്ടിൽ കയറാൻ പറ്റും, അങ്ങനെ ഒരു സഹോദര ബന്ധത്തിലുള്ള ആത്മഹത്യാ ഭീഷണി. വീട്ടിൽ കയറാൻ പറ്റുള്ള വൈഫ് പ്രശ്നമാണ്. എനിക്ക് ഈ ചിട്ടി പിടിച്ച് തന്നാൽ എനിക്ക് ലോൺ ക്ലോസ് ചെയ്യണം, അതിന് വേണ്ടിയാണ് ചിട്ടി പിടിച്ചത്. ഒരു 4 ലക്ഷത്തിൻ്റെ ലോൺ അപ്പോൾ സ്ഥാപനത്തിലുണ്ടായിരുന്നു. ആ ലോൺ കൊടുത്തത് വീട് വയ്ക്കുന്നതിന് വേണ്ടിയാണ്. വീട് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ പൈസ, ഈ സംഘത്തിൻ്റെ പൈസ എടുത്താണ് 4 ലക്ഷം രൂപ കൊടുത്താണ്, ലോൺ കൊടുത്താണ് അദ്ദേഹം വീടിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഇപ്പോൾ ആ വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. അതൊരു തമാശ രൂപയാണ്. അപ്പോൾ നല്ല രസികനാണ്, തമാശ പറയുന്ന ഒരാളാണ്. അതെ, എനിക്ക് വീട്ടിൽ കയറാൻ പറ്റൂല, അവിടെ വീട്ടിൽ പ്രശ്നക്കാരൻ. ഞാൻ പച്ചയായി പറയാണ് കേട്ടോ. അതെ, അത് അങ്ങനെയാണ് പറയുന്നത്. രസികനാണ്, നമ്മളോടായിട്ടൊക്കെ വളരെ തമാശ പറയുന്ന
ഈ ചിട്ടി പിടിച്ച 4 ലക്ഷത്തിന് രൂപയുടെ ലോൺ പ്രിൻസിപ്പൽ എമൗണ്ട് 4 ലക്ഷം, അതിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ചിട്ടി ഇന്ന് എന്നിട്ട് ഒരു ബിസിനസ് ലോൺ ഇതിനകത്ത് അദ്ദേഹം എടുത്തു. 5 ചിട്ടി പുറമെ ബി എൽ എന്ന് പറയുന്നത് ബിസിനസ് ലോണാണ്. 53/2021 ബിസിനസ് ലോണാണ്. 16,200 രൂപ എടുത്തിരുന്നു, ജീവനക്കാർ എഴുതി തന്നതാണ്. പെൻഡിങ് അതിൽ 9,200 രൂപ ബാലൻസ് ഉണ്ട്. അങ്ങനെ മൊത്തം അദ്ദേഹത്തിൻ്റെ ആ സംഘത്തിലെ കടബാധ്യത എന്ന് പറയുന്നത് 22,31,200 രൂപയാണ്. 22,31,200 രൂപ ചിട്ടിയും ലോൺ അത് ക്ലോസ് ചെയ്തു സാർ. ലോൺ ക്ലോസ് ചെയ്തത് ഈ ചിട്ടി പിടിച്ച ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞിട്ട് 2/21-22 10 ലക്ഷത്തിൻ്റെ ചിട്ടി പിടിച്ചാണ് ഈ 4 ലക്ഷം രൂപ എമൗണ്ട് ക്ലോസ് ചെയ്തത്, വീട് വയ്ക്കുന്നതിനുള്ള അതിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ. പെൻഡിങ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ ചിട്ടികളെ പറ്റി ഞാൻ 14-15 മുതലുള്ളതിൽ പെൻഡിങ് ഉണ്ട്. ചിട്ടിയോ ഒരു ചിട്ടി 8 വർഷം 10 വർഷത്തെ ചിട്ടിയിലാണ്. 10 ലക്ഷത്തിന്റെ ചിട്ടിയുടെ കാലാവധി 10 വർഷമാണ്. എന്താ മൂല്യം 2 വീട് വെച്ച് ഞാൻ പോയി കണ്ടിട്ടില്ല. എന്നെ പാലയാച്ചനത്ത് ഞാൻ വിളിച്ചതുമില്ല, ഞാൻ പോയതുമില്ല. വളരെ ലളിതമായിരുന്നു എന്ന് തോന്നുന്നു. 2 നില വീടും ഉണ്ട്. അത് എന്തായിരുന്നാലും ഇതിന് ഈടാക്കാൻ പറ്റും. എന്തായാലും വസ്തുവിന് വാല്യൂ ഉണ്ട്, വാല്യൂഷൻ ഉണ്ട്. വാല്യൂഷന് പോകുന്ന ജീവനക്കാരാണ്, ഞാനല്ല. ഞാനോ ഭരണസമിതി അംഗങ്ങളോ ആരും പോകാറില്ല. വാല്യൂഷൻ മുഴുവനും അതെ വാല്യൂഷൻ അതെ എൻ്റെ റിപ്പോർട്ടിൽ തന്നു. പിന്നെ അതിന് അല്പം മാനുഷിക പരിഗണന ഞാൻ കാണിച്ചു. ഞാൻ അത് മൊത്തമായി അതിന് വിളിച്ച് ഓടുകയല്ല. എന്തായിരുന്നാലും 22 ലക്ഷം രൂപയുടെ ഇത് അവിടെ ബാങ്കിന് ഇപ്പോൾ ലേലത്തിൽ വച്ചാലും ഞാൻ അതൊക്കെ ആ നോട്ടീസ് ഉൾപ്പെടെ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ബാങ്കിനകത്തുനിന്ന്. നോട്ടീസ് പോയി തിരിച്ചു വന്നു, മടങ്ങി വന്നു, നോട്ടീസ് കൈപ്പറ്റിയില്ല. ഞാൻ അതെല്ലാം എടുത്ത് ജീവനക്കാരുടെ ഇന്ന് തരാൻ രാവിലെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഒന്നിനും പുറത്ത് ജീവനക്കാർക്ക് എടുത്ത് തരാനും പറ്റാത്ത വ്യവസ്ഥയാണ്. അനവധി പ്രാവശ്യം നോട്ടീസ് അയക്കുകയും റീസെൻ്റായിട്ട് ഒരു മാസത്തിനകത്ത് 2 രജിസ്റ്റേർഡ് നോട്ടീസ് പോയി. ബിജു സ്വീകാര്യം 2 രജിസ്റ്റേർഡ് നോട്ടീസ് പോയിട്ട് അത് തിരിച്ച് മടങ്ങി വന്നു, കൈപ്പറ്റിയില്ല. എന്നിട്ട് ഞങ്ങളൊരു റിക്കവറി ടീമിനെ ജീവനക്കാരുടെ ഒരു റിക്കവറി ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിക്കവറി ടീം 2 മാസത്തിന് മുമ്പ് എൻ്റെ കൂടെ തന്നെ പറഞ്ഞില്ല, അവരെല്ലായിടത്തും പോകുന്ന കൂട്ടത്തിൽ ബിജുവിൻ്റെ വീട്ടിലും കയറി. ആ സമയത്ത് ബിജുവിൻ്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. 2 മാസത്തിന് മുമ്പെന്നാണ് ജീവനക്കാരൻ പറഞ്ഞത്. 2 മാസത്തിന് മുമ്പ് ബിജുവിന് ആർബിട്രേഷൻ നടന്നിട്ടില്ല. അല്ലാതെ ആർബിട്രേഷൻ ഉണ്ട്. 3-ാം തീയതി അദാലത്ത് വെച്ചേക്കാൻ. ആർബിട്രേഷൻകാരുടെ കേസുകാരുടെ അദാലത്ത് രജിസ്ട്രാറുടെ 18/24 പുതിയ സർക്കുലർ പ്രകാരം 3-ാം തീയതി സംഘത്തിന് അദാലത്ത് വെച്ചേക്കുക. 2 മാസത്തിന് മുമ്പ് വൈഫ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജീവനക്കാർ അവിടെ ചെന്ന് കാര്യം പറഞ്ഞു. ഞാൻ ഒരുപാട് ബാധ്യത ബിജുവിന് കിടക്കുകയാണ്. ബിജു പ്രസിഡന്റിനെ സ്വാധീനിച്ച് ഇങ്ങനെ പൈസ പറ്റി ഒന്നും അടയ്ക്കാതെ ഒരുപാട് പെൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലോണിനെ സംബന്ധിക്കുന്നതോ ചിട്ടിയെ സംബന്ധിക്കുന്നതോ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എന്താണ് ബിജുവിൻ്റെ ഭാര്യ ചെന്ന റിക്കവറി ടീമിനോട് പറഞ്ഞ് രാവിലെ വനിതകളും പുരുഷനും ഒക്കെ ഉൾപ്പെട്ട റിക്കവറി ടീമാണ്. ആ റിക്കവറി ടീമിൽ ഞാനും പോകാറുണ്ട് കൂടെ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയാണ് അയാളുടെ ഭാര്യ ഈ റിക്കവറി ടീമിനോട് പറഞ്ഞു, ഇത്തരം ബാധ്യതകളെ പറ്റി എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഏത് ചോദ്യത്തിനും മറുപടി പറയാം. അതിന് ഞാൻ അതിനാണ് ഞാൻ ഒന്ന് പറഞ്ഞു. ഇത് പൊതു സമൂഹത്തെ അറിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാനൊരു പ്രതിസ്ഥാനത്ത് നിൽക്കാൻ ഒരു കൊലപാതകത്തിൻ്റെ കുറ്റം എൻ്റെ മേൽ ആരോപിക്കുമ്പോൾ ആത്മഹത്യയുടെ അപ്പം പിന്നെ എനിക്കത് പറയണ്ടേ, പൊതുസമൂഹത്തിനോട് പറയേണ്ട ബാധ്യസ്ഥനല്ലേ ഞാൻ മുങ്ങിയെന്ന് പറഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വന്നും പൊങ്ങിയെന്ന് പറയാമെന്ന്, അതാണ് ശരി. അങ്ങനെ ഇവിടെ ഞാൻ പൊങ്ങി, അവിടെ മുങ്ങി, ഇവിടെ പൊങ്ങിയിരിക്കുകയാണ്. അത് നിങ്ങൾ മാലോകരെ കാണിക്കണം. മാനുഷിക പരിഗണന, ഏത് വാർത്തയ്ക്കും മാനുഷിക പരിഗണന കൊടുക്കണം.
അപ്പോൾ ഇത്രയും ബാധ്യതകളാണ് ബിജുവിനെ സംബന്ധിക്കുന്നിടത്തോളം ബാങ്കിന്റെ പ്രാഥമിക ജീവനക്കാർ എൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ ഈ തന്ന പ്രാഥമിക റിപ്പോർട്ട്. ഇതിനകത്ത് വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് ഞാൻ ആ റെക്കോർഡ്സ് എടുക്കാൻ ഇന്ന് നിർഭാഗ്യവശാൽ കഴിയുന്നില്ല. അവിടെ പോലീസ് വിചാരിച്ചിട്ടും ജീവനക്കാർക്ക് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തരേണ്ട പ്രസ് റിലീസും ഗോൾഡിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്വകാര്യമായ എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ച് ഞാൻ ഒരുവിധ ഇതും നടത്തിയിട്ടില്ല അവിടെ. അപ്പൊ ഞാനൊരു ഗോൾഡിന്റെ കാര്യമാണ് അവർ ആരോപിക്കുന്നത്, അതിന്റെ മറുപടി പറയണ്ടേ? ഞാൻ ഓരോന്നിലേക്ക് വരാം. ആദ്യം ബിജുവിന്റെ മരണം കഴിഞ്ഞ് ആ സംവിധാനം അതിന്റെ ഇത് കഴിഞ്ഞിട്ട് മറ്റു ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. മറുപടി പറയാൻ തന്നെ ഇരിക്കുന്നേ. നിങ്ങൾ സമയം തന്നാൽ ഞാൻ പറയും. ഇനി 2.5 വർഷം 29-ാം തീയതി പൂർത്തിയായി. 2.5 വർഷം പൂർത്തിയായി. അപ്പോ ഇന്നൊരു ഗോൾഡിന്റെ കാര്യം പറഞ്ഞു. ഗോൾഡ് വെച്ച് പ്രസിഡന്റിന് 2 ലക്ഷം രൂപ എത്രയാണെന്ന് പറയില്ല, 2-2.5 ലക്ഷം രൂപ തന്നതെന്നാണ് ആരോപണം. പേഴ്സണലായി തന്നു എന്നാണ്. നിങ്ങൾ ആ വീട് സന്ദർശിച്ചു എന്ന് അറിയില്ല. വീട് ഇപ്പോഴത്തെ വീട് പുതിയ വീടായതുകൊണ്ട് പാല് കാച്ച നല്ല വീടില്ല ആയിരിക്കാം എന്ന് ഞാൻ സങ്കല്പിക്കുന്നു. ഞങ്ങളുടെ ഇത്രയും ബാധ്യതയുള്ള, ജീവിക്കാൻ അതികഠിനമായി ബുദ്ധിമുട്ടുന്ന ഒരു പാവപ്പെട്ട ഈ ബിജു എന്ന് പറയുന്ന മരണപ്പെട്ട പയ്യൻ്റെ നിന്ന് ഞാൻ 2.5 ലക്ഷം രൂപ എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വാങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഇത്രയും സഹായിച്ച ആ വീട്ടിലിരിക്കുന്നവരൊക്കെ അറിയോ ഇല്ലെന്ന് അറിയില്ല. ബിജു മാത്രമേ ആ സംഘത്തിൽ വരുന്നിട്ടുള്ളൂ. ഇന്ന് വരെ അദ്ദേഹത്തിന്റെ വൈഫ് ആ സംഘത്തിൽ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. മോഹൻ ഇന്നലെ ചാനലിൽ കരഞ്ഞതുപോലെ കണ്ട് വാർത്ത പറയുന്നതാണ്, അതിൽ കൂടിയാണ് ഞാൻ കണ്ടത്. പിന്നെ വീട്ടിൽ വന്നിരുന്നു 2 ദിവസം, അത് സന്ധ്യയ്ക്കാണ് വരുന്നത്. എനിക്ക് വ്യക്തമായി അയാളുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കൊച്ചുകുട്ടിയെ എനിക്കറിയാം, മകളെ എനിക്കറിയാം, ഒരു മകളെ എനിക്കറിയാം. ബാക്കി മൂത്ത മകളെ അറിയില്ല, ഞാൻ വ്യക്തമായി കണ്ടിട്ടില്ല. ഭാര്യയുടെ മുഖം ഞാൻ വ്യക്തമായി ഓർമ്മിക്കുന്നില്ല. ഞാൻ ഇന്നലെ ചാനലിൽ കണ്ടാണ് അത് ഭാര്യയാണെന്ന് മറ്റുള്ളവർ കണ്ടവർ പറഞ്ഞു. അപ്പോൾ അവിടെ സ്വർണം വെച്ച, ഏറ്റവും ഒടുവിൽ സ്വർണം വെച്ച അതും എടുത്തു. സ്വർണം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എടുക്കാൻ പറ്റുമോ ബിജു എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതെടുത്ത് ചേങ്കോട്ടുകുണത്തുള്ള ഗ്രാമീൺ ബാങ്കിൽ പണയം വെച്ച് ഇവിടുത്തെ പൈസ കൊണ്ട് അടയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പൈസ അടയ്ക്കാതെ വേണ്ടി ഗോൾഡ് എടുത്ത് ചേങ്കോട്ടുകുണത്ത് ചെമ്പഴത്തിൽ നിന്ന് ഗ്രാമീൺ ബാങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ പൈസ ഇവിടെ ലൈബിലിറ്റി കിടക്കുമ്പോൾ ഞാൻ ഒരു സ്ഥിരം ജീവനക്കാരനെ കൂടി ബിജുവിൻ്റെ കൂടെ, ഒരു ജീവനക്കാരനെയും കൂടി ബിജുവിൻ്റെ കൂടെ വിട്ടു. ബിജു പറഞ്ഞു, എനിക്ക് അക്കൗണ്ട് ഗ്രാമീൺ ബാങ്കിലില്ല, എൻ്റെ മകൾക്കുണ്ട്, അവളുടെ പേരിൽ വയ്ക്കാമെന്ന് പറഞ്ഞു. മകൾ എങ്ങനെ വരും? അവൾ സ്കൂട്ടറിൽ അവിടെ വരുമെന്ന്, ചേങ്കോട്ടുകുണത്ത് വരുമെന്ന്. ജീവനക്കാരൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ആ മകളെ പേരിൽ ആണ് വെച്ചത്? മകൾ അവിടെ ഉണ്ടായിരുന്നു, വന്നിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പണം കൊണ്ടുവന്ന് ഇവിടുത്തെ ബാധ്യത തീർത്തു. സ്വർണ്ണം കൊടുത്ത് വിട്ട് അപ്പുറത്ത് കൊണ്ട് വച്ചിട്ടാണല്ലോ ഇവിടെ കൊണ്ടുവന്ന് അടച്ചത്. അതിന് എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ്. അതിന് വേണ്ടിയാണ് ആ ഗോൾഡിന്റെ സെക്യൂരിറ്റിക്ക്, ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് ജീവനക്കാരനെയും കൂടിയായി വിട്ടത്. അതായത് ടേക്ക് ഓവർ എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടുന്ന് എടുത്ത് മറ്റിടത്ത് കൊണ്ടുവച്ചു, അവിടുത്തെ നമ്മളെ ബാധ്യത തീർത്തു. എന്താ 1,24,000 ഒരു എമൗണ്ടും 1 ലക്ഷം രൂപയുടെ ഒരു 1,24,000 രൂപ. ഈ പ്രിൻസിപ്പൾ നമ്മുടെ പിന്നെ പലിശയും കൂടെ വരും. ഞാൻ അതിൻ്റെ ആധികാരിക രേഖ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോക്ക് പോലീസുകാർക്ക് കൊടുത്തിരുന്നു, ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ കൊടുത്തിരുന്നു. ഇന്ന് ഇവിടെ കൊണ്ടുവരാൻ ഇന്ന് എടുക്കാൻ ബാങ്കിൽ നിന്ന് പറ്റാത്തത് കൊണ്ടാണ്. അതെങ്കിൽ അതിൻ്റെ എന്ന് പോയ ഡേറ്റ് വരെ ഞാൻ പറഞ്ഞത് 12-ാം മാസമാണ് നടന്നതെന്ന് തോന്നുന്നു. 2023 12-ാം മാസത്തിലാണ് ഈ ഗോൾഡ് അപ്പുറത്ത് കൊണ്ടുവച്ച് ഇവിടെ കൊണ്ടുവന്ന് പൈസ അടച്ചത്. അറ്റ് പ്രസന്റിൽ അദ്ദേഹത്തിന് ഇവിടെ ഏതൊരുവിധ ഗോൾഡ് ലോണുമില്ല, ഗോൾഡ് അവിടെ ഇരിപ്പുമില്ല. ഒരു നിക്ഷേപം നടത്താവുന്ന സാമ്പത്തിക ശേഷിയുള്ള ആളല്ല ബിജു, മരണപ്പെട്ട ബിജു. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ആ ഇനത്തിൽ ഇവിടെ ഞാൻ എൻ്റെ സംശയം അതാണ്. ഡയറിയിൽ എൻ്റെ പേര് എഴുതി വെച്ച് എന്നെ 1 മാസത്തിന് വിളിച്ചു. 1 മാസത്തിന് മുമ്പോട്ട് ഞാൻ എത്തി ദേഷ്യപ്പെട്ട് അവനോട് സംസാരിക്കേണ്ടി വന്നു. അവൻ്റെ ഭാഗത്ത് മൊബൈലിൽ കൂടി രാത്രി വിളിച്ചപ്പോൾ നല്ല വർത്തമാനമല്ല. അവൻ സ്വയബോധത്തിൽ ഒരിക്കലും എൻ്റെ കൂടെ അങ്ങനെ സംസാരിക്കുന്നതല്ല. അതിനുശേഷം എന്നെ കാണാം, ഒരുപക്ഷെ എന്നെ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ ആപത്ത് സംഭവിക്കില്ലായിരുന്നു.
ഞാൻ ഏതെങ്കിലും രീതിയിൽ ഈ വിവരങ്ങൾ വസ്തുനിഷ്ഠമായി എന്നെ ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഞാൻ ഇന്നും പിടിച്ചു നിർത്തുമായിരുന്നു. അപ്പം വീട്ടിൽ സ്വൈര്യത കിട്ടുന്നില്ല എന്നുള്ളതാണ് അവൻ പറഞ്ഞ ഇത് ഭാര്യ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പൈസ അതെ പൈസ വീട്ടിൽ കൊടുക്കാനാണ് ഈ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ എന്റെ ഭാഗമാണ് പറയുന്നത്. അത് ബാക്കിയുള്ളത് അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തുക. പത്രക്കാരും പോലീസും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി കണ്ടെത്തി ആ മരണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള, ഞാൻ പ്രസ് റിലീസിന് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വിധത്തിലുള്ള ഇൻവോൾവ്മെന്റ് സംഘം പ്രസിഡന്റ് എന്ന നിലയിൽ തെളിയിച്ചാൽ IPC ഇന്നു മുതൽ മാറി. പുതിയ നിയമം അനുസരിച്ച് എന്നെ കൊലപാതക ആത്മഹത്യക്കോ അദ്ദേഹത്തെ ഏത് കുറ്റം 302 അനുസരിച്ച് വേണമെങ്കിൽ കേസെടുത്ത് എന്നെ ജയിലിലാക്കാം. അത് അന്ന് മനസ്സിലാകാത്ത അവിടെയാണ് ഈ വീട്ടുകാർ തമ്മിലും ബിജുവും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം. മനസ്സമാധാനം ഇല്ല എന്ന് പറയുന്നതിൻ്റെ അതാണ്. ഈ ഗോൾഡ് അവരൊക്കെ വേണം. ഇവിടെ ജയങ്കോട്ടുണ്ടത്ത് കൊണ്ടുവച്ച ഗോൾഡ് അത് ഞങ്ങൾ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും ബാധ്യത കിടക്കുമ്പോൾ ജീവനക്കാർ അതിന് ഒന്നാമത് സംഘത്തിനെതിരെ ആരോപണങ്ങളുടെ ഒരു പുകമറ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഒരു വായ്പയും കൂടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവര് പറഞ്ഞൊരു ആരോപണത്തിൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി 2 ലക്ഷത്തോളം രൂപ ചോദിച്ചു. താങ്കൾ അത് പല പ്രാവശ്യം കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുത്തില്ല എന്നുള്ളൊരു ആരോപണം കൂടി പറഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം രൂപ അല്ല, ഒരു ലോൺ ഒന്നും കൂടി ചോദിച്ചു. അല്ലെങ്കിൽ ഈ പ്രമാണം ഇവിടുന്ന് എടുത്ത് കൊടുത്താൽ വേറെ ബാങ്കിൽ കൊണ്ടുവച്ച് ഇവിടുത്തെ ബാധ്യത തീർക്കാമെന്ന് പറഞ്ഞു. പ്രമാണം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അവൻ ആദ്യം പോയി ബിജു പോയി മറ്റൊരു ധനകാര്യ സ്ഥാപനത്തെ സമീപിച്ച് ഇത് ഇവിടുന്ന് എടുത്ത് അവിടെ വയ്ക്കാൻ ഗോൾഡ് എടുത്തത് കൊണ്ടുപോയതുപോലെ മാറ്റിവെച്ചതുപോലെ തയ്യാറായാൽ മാത്രമേ ആ ധനകാര്യ സ്ഥാപനവും നമ്മളും തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ടാക്കുകയും ഇവിടെ പൈസ അടയ്ക്കുന്ന മുറയ്ക്ക് നമ്മൾ പ്രമാണം റിലീസ് ചെയ്ത് കൊടുക്കും. അതാണ് ആ സംസാരമായെന്ന് പറഞ്ഞത്. ഒരു ദിവസം രാത്രി എന്നെ വിളിച്ച് 1 മാസത്തിന് മുമ്പ് പ്രമാണം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. താങ്കൾ പറയുന്നത് ബാങ്കിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടല്ല ബിജു ആത്മഹത്യ ചെയ്തത്, പ്രശ്നമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? എന്റെ സംശയം അതാണ്. വീട്ടിൽ അദ്ദേഹത്തിന് സ്വസ്ഥത കിട്ടുന്നില്ല എന്ന് സ്വൈരത അവൻ ഉപയോഗിക്കുന്ന വാക്കതാണ്. സ്വൈരത കിട്ടുന്നില്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഡയറിയിൽ താങ്കളുടെ പേരെങ്ങനെ വന്നു? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേര് പരാമർശത്തിൽ ശരിക്കും പുള്ളിയുടെ കുറിപ്പിൽ പറയുന്നു. അത് നാട്ടുകാരാണ്, എന്നെ അറിയാം അവരൊക്കെ. നാട്ടുകാരാണെങ്കിൽ ഇത്ര അടുത്ത ബന്ധം വെക്കുന്ന പ്രസിഡന്റിന്റെ പേര് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെക്കാനുള്ള കാരണം എന്താണ്? വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ വീട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കണ്ടേ? ഇത്രയും സഹായിച്ച താങ്കളുടെ പേര് എന്തിന് ബിജു ഈ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചു? അതാണ് എന്റെ ചോദ്യം. ഞാനും ചോദിക്കുന്ന ചോദ്യം അതാണ്. അല്ല, അത് കണ്ടുപിടിക്കണം നിങ്ങൾ. ബിജു ആണോ ഇത് എഴുതിയത്? ബിജുവിന്റെ ലെറ്റർ ഇത് കയ്യക്ഷരമൊക്കെ ഞങ്ങളുടെ ബാങ്കിലുണ്ട്, ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്. വളരെ സംശയമുണ്ട്. എനിക്കത് ആത്മഹത്യാക്കുറിപ്പ്, ബിജുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞറിയിച്ചിട്ടുള്ളതും പോലീസ് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ, അറിവേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എൻ്റെ പേര് പറയുകയോ അത് ആരെങ്കിലും പ്രേരണ കൊണ്ട് അത് എഴുതിയതാണോ എന്നുള്ളത് ഞാൻ ബലമായി സംശയിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അടിവരയിട്ട് ഞാൻ പറയുന്നു ആ ആരോപണം. ആരുടെ ബാങ്കിൽ? എല്ലാ ബാങ്കുകളിലും ഉള്ള ഇപ്പോ ഉള്ള അറിയാമല്ലോ, സഹകരണ മേഖലയിലെ ഒരു ബാങ്കിന് ഞാൻ പറഞ്ഞു നമ്മുടെ തൃശ്ശൂരിലെ ബുദ്ധിമുട്ട് മുതൽ പ്രശ്നങ്ങൾ മുതൽ സഹകരണ മേഖലയെ മൊത്തത്തിൽ ഇത് ക്യാൻസർ പോലെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുക. അല്ല, നിങ്ങളുടെ ബാങ്കിനെ കുറിച്ച് വേറൊരു ആരോപണം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് 25 ലക്ഷം രൂപ നിക്ഷേപിച്ചതിന് ശേഷം പല പ്രാവശ്യം കയറി ഇറങ്ങിയതിനു ശേഷം അത് കൊടുത്തില്ല എന്നൊരു ആരോപണം വന്നു. അതെ അതെ, അത് പല പ്രാവശ്യം താങ്കളെ കണ്ടിട്ട് പോലും താങ്കൾ അത് ആരാണെന്ന് പറയാമോ? ആരാണെന്ന് പറയാം. ആരോപണമല്ല, അത് ഓൾറെഡി ചാനലിൽ വന്ന കാര്യമാണ്. ആ ചാനലിൽ വരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ വ്യക്തിയുടെ പേര് അറിയത്തില്ല, എനിക്ക് അറിയില്ല. അപ്പോ അവിടെ ചെമ്പഴന്തിയിൽ തന്നെ ജനിച്ചു വളർന്ന ട്യൂട്ടോറിയൽ, ഞാൻ ദീർഘകാലം അധ്യാപകനായിരുന്ന ആളാണ്. ചേങ്കോട്ടുണ്ടത്തെ ഒരു ട്യൂട്ടോറിയൽ അവിടെ ഞാൻ പഠിപ്പിച്ച ഒരു പയ്യനാണ് സജാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം മാധ്യമപ്രവർത്തകനാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ പല മാധ്യമങ്ങളിൽ ചോദിച്ചപ്പോൾ അത് മാധ്യമപ്രവർത്തകനല്ല, ന്യൂസുകൾ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു സജാദ്.
ഈ സജാദ് 6 വർഷത്തിന് മുമ്പ് മാധ്യമത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, മാധ്യമപ്രവർത്തകനല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. റിപ്പോർട്ട് കളക്ട് ചെയ്ത് മാധ്യമക്കാർക്ക് കൊടുക്കുന്നു എന്നാണ് ഞാൻ ഇന്നലെ ആരുടെയോ സംസാരിച്ചപ്പോൾ എനിക്ക് പറ്റി. ആയിരിക്കാം, ഞാൻ എൻ്റെ ഇതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ ഒരിക്കൽ ആണ് ശരി. അപ്പോൾ മാധ്യമപ്രവർത്തകൻ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം മാധ്യമപ്രവർത്തകനായിരിക്കാം. അല്ല, മാധ്യമപ്രവർത്തകൻ അല്ല. അപ്പം ഇയാൾ മാധ്യമത്തിൽ വർക്ക് ചെയ്തിരുന്നു 6 വർഷത്തിന് മുമ്പ്. 6 വർഷത്തിന് മുമ്പ് ഇതുപോലെ ഒരു ചാനൽ അല്ല ഒരു ഫേക്ക് ന്യൂസ് കൊടുത്ത് ഞാൻ പത്രം ഓഫീസ് നമ്പർ എടുത്ത് വിളിച്ചു പറഞ്ഞു, അടിയന്തരമായി പരിശോധിച്ച് പ്രസിഡന്റ് വിവരം അറിയിക്കുമെന്ന് പറഞ്ഞു. മാധ്യമത്തിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം മാധ്യമത്തിലല്ല എന്ന് മനസ്സിലായി. ഇപ്പം എവിടെയാണ് എന്ന് എനിക്കറിയില്ല. എന്താണ് ഒരു ചാനൽ, ഏതോ ഒരു ചാനലിൻ്റെ മുന്നിൽ ഇന്ന് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് വളരെ ആധികാരികമായൊക്കെ സംഘത്തെപ്പറ്റി സംസാരിക്കുന്നത്. അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്ന 3-4 ബന്ധുക്കളാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് ഇന്നലെ അവിടെ ഉണ്ടാക്കി. ഒരു സുധീർ, ഒന്ന് പറഞ്ഞിട്ട് ഒരു സുധീർ 23 ലക്ഷം രൂപ. അല്ല ഇത് അപ്പൊ എന്താ ഇതെന്താ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതൊന്ന് പറയണ്ടേ. ബാങ്കിന്റെ സെക്രട്ടറി ആരാണ്? ലക്ഷ്മി. ലക്ഷ്മി താങ്കളുടെ എന്റെ സഹോദരിയുടെ മകളാണ്. ബന്ധു നിങ്ങൾ വന്നതിന് ശേഷം ഒരു ബന്ധുക്കൾ തന്നെ ഒരു പോസ്റ്റിലേക്ക് വരുന്നു. അവർക്ക് പിന്നീട് ഞാൻ ഒരു ഇത് കാര്യം പറഞ്ഞ് നിങ്ങൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് വേറെ വല്ലത്തിലേക്ക് കൊണ്ടുപോയത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഓരോ വിഷയത്തിലേക്ക് അതിന് സമയം തന്നാലും ഞാൻ ഓരോന്നായിട്ട് പറയും. ആരോപണങ്ങൾ അനവധി കിടക്കുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഞാൻ സജാദിന്റെ പേര് നിങ്ങൾ അഭിപ്രായം അങ്ങനെ ഇനി പറയരുതെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നിർത്താം. അല്ല, അതിനെ ഞാൻ ഇപ്പൊ സജാദിന്റെ വിഷയത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. അത് കഴിയട്ടെ. അല്ല, അതാ ഇവിടെ ചോദ്യത്തെ ഒരാൾ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞു തീർന്നില്ലല്ലോ. ഇതൊന്ന് പറഞ്ഞോട്ടെ, ഇതൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. നിങ്ങൾ ഏത് സംശയം ചോദിച്ചാലും ഞാൻ പറയാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ ഇരുന്ന് മറുപടി പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. ഞാൻ ഒരു ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നില്ല. ഒളിച്ചോടുന്ന ആവശ്യം എനിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ ധൈര്യമായിട്ട് വന്നത്. അപ്പൊ നിങ്ങൾ അതിനുള്ള സാവകാശം എനിക്ക് തരണ്ടേ. ഏത് ചോദ്യം നിങ്ങൾ ചോദിച്ചോ അതിന് ഞാൻ മറുപടി പറയാം. അത് സത്യമോ നിങ്ങൾക്ക് സത്യമോ അസത്യമോ ആയി തോന്നുന്നുവെങ്കിൽ അത് പറയാൻ എന്നെ അനുവദിക്കണം. ഇവിടെ ചോദിച്ചത് അതാണ്. 23 ലക്ഷം രൂപ ഇട്ട ഒരു വ്യക്തിക്ക് പൈസ കൊടുക്കാൻ പറ്റിയില്ല, അത് സജാദിന്റെ ബന്ധുവാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. സുധീർ എന്ന് പറയുന്ന പയ്യന്റെ അച്ഛൻ ബാപ്പ അവിടെ സെപ്റ്റംബറിൽ പൈസ വേണം വിദേശത്ത് പോകാനെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ ഇപ്പോൾ ജൂലൈ ഇന്ന് ആയതേ ഉള്ളൂ. ജൂലൈ ഓഗസ്റ്റ് 3-ാം മാസത്തിലാണ് കൊടുക്കേണ്ടത്. അദ്ദേഹം മെനിയാന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ചാനലിൽ കൂടി മെനിയാന്ന് എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് അത് അയാൾ പറഞ്ഞ വാക്കുകൾ പ്രസിഡന്റിനെ കാണുന്നില്ല, മീറ്റിങ്ങിലാണെന്ന് പറയുന്നു. ഞാൻ ആ സംഘത്തിലിരുന്ന് കുടിശ്ശിക പിരിച്ചെടുക്കാൻ രാപ്പകൽ അധ്വാനിക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? അവിടെ അദ്ദേഹം വന്നപ്പോൾ ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ ഇല്ലാന്ന്. അദ്ദേഹത്തിന്റെ ബാപ്പ കഴിഞ്ഞ മാസം വന്ന് പലിശ എടുത്തോണ്ട്, കഴിഞ്ഞ ആഴ്ച വന്ന് പലിശ എടുത്തോണ്ട് പോകുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബാപ്പയും തൊട്ടടുത്തുണ്ട്. പശു കൃഷി ചെയ്ത് ജീവിക്കുന്ന കുടുംബമാണത്. 23 ലക്ഷം രൂപ അങ്ങനെയാണ് ഡിമാൻഡ് ചെയ്തേക്കുന്നത്, സെപ്റ്റംബറിൽ കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ മറ്റൊരു ആരോപണം, അതുകൂടെ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഒരു ആരോപണം കൂടിയുണ്ട്. ഇപ്പൊ ഡെപ്പോസിറ്റ് നിക്ഷേപത്തിന്റെ കാര്യം ചോദിച്ചതുകൊണ്ടാണ്. ഒരു BJPയുടെ അതിലേക്ക് കടക്കാം. അല്ല, നിക്ഷേപകരെ അറിയണം ഈ സംഭവം. അത് ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയും. അതിനേക്കാളുപരി അത് എൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെ സംബന്ധിക്കുന്നതാണ്. എൻ്റെ സഹകരണ സംഘം കൊണ്ട് 10-35-ലധികം ജീവനക്കാർ ആ കുടുംബങ്ങൾ ജീവിക്കുന്നതാണ്. അതിൽ ബഹുഭൂരിപക്ഷവും പെൺകുട്ടികളാണ്. 35-ലധികം ജീവനക്കാരാണ് ബ്രാഞ്ചുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞത് BJPയുടെ അതിലേക്ക് കടന്നില്ല. ഒരു പ്രദീപത്തിൽ സജീവ് കുമാർ 15 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ട് ഉണ്ട്. അദ്ദേഹം ചോദിച്ചിട്ട് പൈസ കൊടുത്തില്ല, പരാതി കൊടുത്തേക്കണം. ഇന്ന് സംഘത്തിൽ നിന്ന് ഈ പത്രം കണ്ട ഉടനെ സംഘത്തിൽ നിന്ന് സജീവ് കുമാറിനെ വിളിച്ചു. സജീവ് കുമാർ പറഞ്ഞു, ഞാൻ ഒരിടത്തും പരാതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല 2-3 പേർ എൻ്റെ വീട്ടിൽ ശനിയാഴ്ച വന്നിരുന്നു.
കോപ്പറേറ്റീവ് സഹകരണ സംഘം രജിസ്ട്രാറും ഡെഡ് ബോഡിയും പോലീസും ചെമ്പഴന്തിയിൽ ഉണ്ട്. നിങ്ങൾ പോയി ആ പൈസ വേണമെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പൈസ ഇട്ടിട്ടുണ്ട്, എനിക്കിപ്പോൾ ആവശ്യമില്ല, ഞാൻ ആവശ്യപ്പെടുമ്പം കൊടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനല്ലാതെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും പരാതി കൊടുത്തിട്ടില്ല, ഒരിടത്തും പരാതി കൊടുത്തിട്ടില്ല. ത്രിദീപത്തിൽ വീട് ആനന്ദേശ്വരം ത്രിദീപത്തിൽ സജീവിൻ്റെ ഇത് വാർത്ത വന്നതുകൊണ്ട് ഞങ്ങൾ സജീവമായിട്ട് സംസാരിച്ചു. ആ വീടുമായി ദീർഘകാലത്തെ അഭേദ്യമായ ബന്ധമുള്ള ഒരു ആളാണ് ഞാൻ. സഹകരണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബാങ്കില് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതെങ്ങനെയാണ്? അപ്പൊ ഈ പറയുന്ന പോലെ ആരുടെങ്കിലും സ്വാധീന പ്രകാരമാണ് ആരെങ്കിലും വന്ന് ഈ മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞതെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തൽ എങ്ങനെ ഈ സഹകരണ വകുപ്പിന് ഇപ്പൊ നടത്താൻ കഴിയുന്നു? നിയമസഭയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ആ വാർത്ത കേൾക്കാൻ പറ്റിയില്ല. ആയിക്കോട്ടെ, അപ്പൊ പ്രാഥമിക അതായത് ആഡിറ്റ് റിപ്പോർട്ട് ആഡിറ്റിലേക്ക് ഇറക്കാം. ഭരണസമിതിയിൽ എത്ര അംഗങ്ങളുണ്ട്? 11. അതില് താങ്കളുടെ ഭാര്യ അംഗമാണ്. ഡയറക്ടർ ബോർഡ് താങ്കളുടെ ഭാര്യയുണ്ട്, സെക്രട്ടറി ആയിരിക്കുന്നത് താങ്കളുടെ സഹോദരിയുടെ മകളാണ്. ഇത്തരത്തിൽ മൊത്തത്തിൽ താങ്കളുടെ അണ്ടറിലാണ് ഈ ബാങ്ക് ഇരിക്കുന്നത്, ബന്ധുക്കളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അല്ല, ഞാനത് അതെ നിങ്ങൾ ചോദിച്ചല്ലോ, ഇനി പറയട്ടോ. ഇത് ബോർഡ് മെമ്പറാണ് വിക്രമനായ. 1969 സഹകരണ നിയമത്തിൽ ഒരിടത്തും തന്നെ ബന്ധുക്കൾ ഭാര്യ മെമ്പറാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് കോൺഗ്രസും BJP ഭരിക്കുന്ന ബാങ്കുകളിലെ അവരുടെ നടപടികൾ സർക്കാർ ഇടപെട്ട് ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ഞാനൊരു തിരുവനന്തപുരത്ത് ബാങ്കിൽ BJP-കാരന്റെ ബാങ്കിൽ എനിക്ക് 3 ലക്ഷം കടപ്പുണ്ട്, എന്റെ മകന് ഇപ്പോൾ പൈസ തരുന്നില്ല, പറയുന്നത് BJP-കാരെ മരിച്ചു എന്ന് പറയുന്നു, CPI-കാരെ മരിച്ചു എന്ന് പറയുന്നു. നടപടികൾ CPM നിൽക്കണം. അങ്ങനെ ഇടപെടലുണ്ടോ നിങ്ങളുടെ ബാങ്കിനെതിരെ? നിങ്ങളുടെ ബാങ്ക് സുതാര്യമാണെന്ന് നടക്കുന്നു, അതിനെതിരെ സർക്കാർ ഒന്നും ചെയ്തിട്ടുണ്ടോ? സർക്കാർ നടപടി ഒന്നും ചെയ്തിട്ടുണ്ടോ? സർക്കാരിന്റെ 65-ാം വകുപ്പ് അന്വേഷണം ഇത്തരം ആരോപണങ്ങൾ യൂട്യൂബിൽ ഒരു 6 മാസത്തിന് മുമ്പ് വന്നു. 6 മാസത്തിന് മുമ്പ് വന്ന് നിക്ഷേപകർ ആശങ്ക ഉണ്ടാക്കി നിക്ഷേപകരുടെ മീറ്റിംഗ് 2 പ്രാവശ്യം വിളിച്ചു. കഴിഞ്ഞ ജൂൺ മാസം 25/6 ഞാൻ മണക്കൽ ഗവൺമെന്റ് LPSL ചെമ്പഴന്തിയിലുള്ള അവിടെ നിക്ഷേപകരുടെ മീറ്റിംഗ് വിളിച്ചു. എല്ലാ നിക്ഷേപകരും വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ലോൺ വെളിയിലുണ്ട്, അത് തിരിച്ചു വന്നാൽ അതൊക്കെ അറിയാം, ആരൊക്കെ എടുത്തിട്ടുള്ളതെന്നും നിക്ഷേപകർക്കൊക്കെ നല്ലവണ്ണം അറിയാം. അത് തിരിച്ചു വന്നാൽ മാത്രമേ, ഇന്ന് നിക്ഷേപകരല്ല വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ബിജുവിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ 6 മാസം മുതൽ 1 വർഷം വരെ എല്ലാവരും സമയം തന്നിട്ടുണ്ട് എനിക്ക് നിക്ഷേപകർ. ഞാനൊരു കുഴപ്പക്കാരനല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് നിക്ഷേപകർ അതിനെനിക്ക് അവകാശം തരുന്നത്. അങ്ങനെ വരുന്നത് 13 കോടി രൂപ കഴിഞ്ഞ 7-8 മാസമായി പിരിച്ചെടുത്തു. എങ്ങനെ പിരിച്ചെടുത്തു? വായ്പ കൊടുത്തിരുന്നു. ആ പൈസ തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നിക്ഷേപം ഇതിനകത്ത് വരുന്നുണ്ട്, നിക്ഷേപം വരുന്നുണ്ട്. ആ നിക്ഷേപം കൂടെ എടുത്ത് 13 കോടി രൂപ ജനങ്ങൾക്ക് വരുന്നതനുസരിച്ച് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ല. അപ്പോൾ ഇത് കൊടുത്തോണ്ടിരിക്കുക, പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ്, നിക്ഷേപം കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പൂർണ്ണമായി കൊടുത്തു തീർത്തവരുണ്ട്, ഭാഗികമായി കൊടുത്തു നിർത്തി നല്ല വാക്ക് പറഞ്ഞവരുണ്ട്. ഞാൻ വീടുകളിൽ പോകുന്നു, ആൾക്കാരുടെ ഡെപ്പോസിറ്റ് ക്യാൻവാസിങ്ങിനും നിക്ഷേപം നീട്ടി അവരുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടി പോകുന്നു. എല്ലാവരും ഇറങ്ങിപ്പോ എന്നതിൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ശരി, പ്രസിഡന്റിന് എത്ര സമയം വേണം, അത് ഇത്രയും സമയം വേണം, അവർ തന്നിട്ടുണ്ട്. ബന്ധു നിയമനം അതാണ് ഞാൻ പറയുന്നത്. ബന്ധു നിയമനവും ആയിരുന്നാലും ഭരണസമിതിയിൽ വയ്ക്കുന്നതായിരുന്നാലും 1969 കോഓപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾ അനുസരിച്ചാണ് ഞാൻ നിയമനം എല്ലാം ചെയ്തിട്ടുള്ളത്. പാടില്ല എന്ന് സഹകരണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ അത് അപ്പോഴേ അനുയോജ്യമായ നടപടി ചെയ്യും. കളക്ഷൻ ഏജന്റിന്റെ പൈസ താങ്കളുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് എന്നുള്ളൊരു സംഭവം കണ്ടെത്തട്ടെ, അന്വേഷണം എടുത്തിട്ട്. എന്റെ അക്കൗണ്ടിൽ എനിക്ക് ഒരു കളക്ഷൻ ഏജന്റ് എന്റെ അക്കൗണ്ടിലല്ല, ആഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് കളക്ഷൻ ഏജന്റിന്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടേക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അന്ന് ചിലപ്പോൾ മിഷ്യൻ അന്ന് വൈകിട്ട് നമുക്കറിയുന്നത്
ഇപ്പൊ ബാങ്കിൽ നിന്ന് ഒരു കളക്ഷൻ ഏജന്റ് വിട്ട് കഴിഞ്ഞാൽ അതാത് ദിവസത്തെ പൈസ കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടുത്തെ ആരെയാണെന്ന് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് താങ്കളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ് ചോദ്യം. കളക്ഷൻ ഏജന്റ് എന്റെ അക്കൗണ്ടിൽ വന്നെങ്കിൽ ആ കളക്ഷൻ ഏജന്റാണ് അതിന് മറുപടി പറയേണ്ടത്. കളക്ഷൻ ഏജന്റ് എടുക്കുന്ന കളക്ഷൻ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. താങ്കളുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ വരും? അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കും അറിയില്ല. ഇപ്പോൾ ആദ്യത്തെ അനുഭവമാണ് എന്റെ അക്കൗണ്ടിൽ വന്നത്. ആദ്യത്തെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കളക്ഷൻ ഏജന്റ് കളക്ഷൻ എടുത്തുകൊണ്ട് വന്ന് കളക്ഷൻ ഏജന്റിന്റെ അക്കൗണ്ടിൽ ഇടുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ റിപ്പോർട്ട് പറയുന്നത്. ആദ്യത്തെ റിപ്പോർട്ട് അതൊന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അടച്ചിട്ടില്ല. എന്താ ഏതിലാണ്? ഇല്ല, ഒബ്ജക്ഷൻ പറഞ്ഞിട്ടില്ല. അടയ്ക്കാനുണ്ട്. ഒബ്ജക്ഷൻ അല്ല, അതിപ്പോ റീസെന്റ് കിട്ടി ഒരാഴ്ച ആയില്ല ആദ്യത്തെ റിപ്പോർട്ട് കിട്ടിയിട്ട്. ഇത് ആദ്യത്തെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഒരാഴ്ചയായുള്ളൂ. അത് എന്താ ഏറ്റവും ഒടുവിലത്തെ ആഡിറ്റ് 18-19 ആഡിറ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതെ അതെ അതെ. അതിനുശേഷം ആഡിറ്റ് പെൻഡിംഗ് ആണ്. 18-19 ആഡിറ്റിലെ കാര്യമാണ് പറയുന്നത്. അല്ല, എനിക്ക് ഒരാൾ ചോദിച്ചാലല്ലേ മറുപടി. ഏതിനും മറുപടി പറയാ. അത് ഞങ്ങൾ മാത്രം വിചാരിച്ച് നടക്കൂലല്ലോ. ഉദ്യോഗസ്ഥർ ഞങ്ങൾ ആഡിറ്റ് ചെയ്താൽ മതിയോ? ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ സഹകരണ വകുപ്പാണ് നോക്കേണ്ടത്. അതൊക്കെ അവർ നോക്കിക്കോളും.